ഹലോ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന രീതിയിൽ ഒരു മസാല മാക്രോണി റെഡിയാക്കി എടുക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. 1 കപ്പ് അളവിലാണ് നമ്മൾ മാക്രോണി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ചൂടാക്കി ഈ മാക്രോണി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 മിനിറ്റിൽ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മാക്രോണിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. എല്ലാം വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോകുന്നവരെ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് സവാള ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കൊരു മീഡിയം സൈസുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെയും തക്കാളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കണം. എല്ലാം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ പെരും ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി അധികം നേരം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നല്ല കിടിലൻ ടേസ്റ്റിൽ നമ്മുടെ മസാല മക്രോണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.